സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇന്ന് കാലം നമ്മൾ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ഉപവാസ പ്രാർത്ഥനയിൽ ഹാലലിയ സ്തോത്രമായിരിക്കും ദൈവം സഹായിച്ചതും നമ്മളോട് തിരുവചനത്തിൽ നിന്നും ഹാലലിയ സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യെ ലിമിറ്റേഷൻ ലിമിറ്റ് ഇല്ലാതെ പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസത്തിൽ ദൈവസ്ഥലായിരിക്കാൻ ദൈവം സഹായിച്ചോ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നമുക്ക് പരിമിതി ഇല്ലാതെ വിശ്വസിപ്പാൻ നോക്കണം. ദൈവം സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അർത്ഥങ്ങളും അടയാളങ്ങളും നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന കാണുവാൻ വേണ്ടിയാണ് തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പോൽക്കാലത്തെ അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഊസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. സംസാരിക്കുന്ന വിഷയം ട്രാൻസ്ഫോംഡ് ബൈ ദ വിഷൻ, ദർശനത്താൽ രൂപാന്തരപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഷേപ്ഡ് ബൈ ദ വിഷൻ, ദർശനത്താൽ ഒരുക്കപ്പെട്ട ജീവിതം. നമുക്ക് ലഭിക്കുന്ന ദർശനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടും. അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ദർശനം നമ്മുടെ ജീവിതത്തെ പണിയുന്നതായി, ഷേപ്പ് ചെയ്യുന്ന. ഇവിടെ 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് കാണാൻ സാധിക്കും. 1, ദർശകന്റെ വിവരം. 2, ദർശനത്തിന്റെ ആധികാരികത. 3, ദർശനത്തിന്റെ ഉള്ളടക്കം. ദർശനത്തിന്റെ ആധികാരികത. ഒന്നാമതായിട്ട് ദർശകന്റെ വിവരം, 2 ദർശനത്തിന്റെ ആധികാരികത, 3 ദർശനത്തിന്റെ ഉള്ളടക്കം. ഒന്നാമത് നമ്മൾ കാണുന്നത് ദർശകന്റെ ഒരു വിവരം. ഇവിടെ വായിക്കുന്നത് ആമോസിന്റെ മകനായ യെശയ്യാ, യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹെസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. അപ്പൊ ദർശകന്റെ വിവരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമോസിന്റെ മകനായ യെശയ്യാവെന്ന. യെശയ്യാ ഒരു സാധാരണക്കാരനായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ദർശകന്റെ വിവരം നമ്മൾ പഠിക്കുമ്പോൾ 2 രീതിയിലുള്ള ദർശകന്മാരുണ്ട്. കർത്താവ് പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു. അപ്പോ ഫോൾസ് പ്രോഫറ്റ്. യെശയ്യാവ് ദർശകനാണ്, യെശയ്യാവിന്റെ വചനമാണ്. നമ്മൾ യെശയ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യെശയ്യാവ് ആരായിരുന്നു? ഒരു ഫോൾസ് പ്രോഫറ്റ് ആയിരുന്നുവോ അതോ ഒരു ട്രൂ പ്രോഫറ്റ് ആയിരുന്നു? യഥാർത്ഥ പ്രവാചകനായിരുന്നു. ഒരു യഥാർത്ഥമായ ഒരു പ്രവാചകനാണോ കള്ളപ്രവാചകനാണോ എന്ന് അറിയാൻ തക്കണം നമുക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കാം. യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തില് അതിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജ ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നു.
അതിന് 18-ാമത്തെ വാക്യം, യഹോവയുടെ ദർശനം വചനം ദർശിച്ചു കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവനാ, അവന്റെ വചനം ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നവനാ. അതിന് 22-ാമത്തെ വാക്യം, അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിക്കുമായിരുന്നു. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും. അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തവും എന്റെ നാമം മറന്നു കളഞ്ഞതുപോലെ അവർ അന്യോന്യം വിവരിച്ചു പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എന്റെ ജനം എന്റെ നാമം മറന്നു കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഒരുത്തൻ എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമെന്ന് യഹോവയുടെ അരുളപ്പാട്. തായിട്ട് വായിച്ചാൽ അതിലെ 40 വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട അനേക കാര്യങ്ങളെ യഹോവ അവരുടെ ദൈവദാസനായ പ്രവാചകനായ യിരെമ്യാവിന് അരുളി ചെയ്തിരിക്കുന്ന കാണുന്നതൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ദർശകന്റെ വിവരം, ഈ 2 കൂട്ടം ദർശകന്മാർ, 2 കൂട്ടം പ്രവാചകന്മാരുള്ളവരിൽ തീർച്ചയായിട്ടും യെശയ്യാവ് ഒരു ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം, ദൈവസഭയുടെ ആവശ്യം യഥാർത്ഥ പ്രവാചകന്മാർ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്ന ദൂത് ദൈവസഭയിൽ നിന്ന്, ദൈവത്തിന്റെ ആലോചന സഭയിൽ നിന്ന് ദർശിച്ച് കണ്ട് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്ന ഒരു എഴുന്നേൽപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് അമേരിക്കയ്ക്ക് അതാണ് ആവശ്യം, ഇന്ന് ഇന്ത്യക്ക് അതാണ് ആവശ്യം. ഏതാണ് ആവശ്യം? യഥാർത്ഥ പ്രവാചകന്മാർ, ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചൊരു എഴുന്നേൽക്കണം. നമ്മൾ അതിനുവേണ്ടി ഈ പ്രാർത്ഥന നിമിത്തം, ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിക്കണം. ലഭിക്കുന്ന അരുളപ്പാടുകൾ, നാം പ്രാപിക്കുന്ന അരുളപ്പാടുകൾ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫോം, രൂപാന്തരപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഷേപ്പ് ചെയ്യണം, നമ്മളെ പണിയുന്നതായിരിക്കണം. അതനുസരിച്ച് നമ്മുടെ ലൈഫ് ക്രമീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താനദാസനെ ഇന്നലെ പാട്ട് പാടി പല പ്രാവശ്യം ആവർത്തിച്ച് പാടിയ പാട്ടിന്റെ ഞാനത് പിന്നീട് ചിന്തിച്ചു. കർത്താവിനെ കണ്ട സമയം മുതൽ കർത്താനദാസൻ ദൈവം കൊടുത്തായ ഒരു ദർശനമായിരുന്നു. എന്താണ് എന്താ പാട്ട് നമ്മൾ പാടി? എന്താണ്? ലഭിക്കും നിശ്ചയം, എന്റെ വിരുദ് എനിക്ക് ലഭിക്കും. ആ ദർശനമാണ് തന്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്ത് ഷേപ്പ് ചെയ്ത്. അതുകൊണ്ടാണ് അനേകരും വിശ്വാസം വിട്ടുപോയപ്പോൾ, അനേകരും ദൈവത്തിന്റെ കൃപയിൽ നിന്ന് പിന്മാറുമ്പോഴും ഇന്ന് നിൽക്കുവാൻ നിൽക്കുന്ന ഇടയാത്തിരുന്നതിന്റെ കാരണം എന്താണ്? ആ ഒരു ദർശനം. അപ്പൊ നമുക്കും ലഭിച്ചിരിക്കുന്ന ദർശനം നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫോം ചെയ്യണം, നമ്മളെ ഷേപ്പ് ചെയ്യണം, രൂപാന്തരപ്പെടുത്തണം, നമ്മളെ പണിയണം, നമുക്ക് വ്യത്യാസമായ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നത് എന്താ അറിയാം? ഈ ദർശനത്തിന്റെ ആധികാരികത. 2 അതിന്റെ 20, 24 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ കാണാം എന്താണ് ഇതിന്റെ ആധികാരികതയെ കുറിച്ച് പറഞ്ഞ ഇപ്രകാരമാണ്. 2ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് യെശയ്യാ 1:2 യഹോവ അരുളിച്ചെയ്യും. യഹോവ അരുളിച്ചെയ്യും. അതിൽ 20ാമത്തെ വാക്യം യഹോവയുടെ വായെ
അരുളി ചെയ്തിരിക്കുന്നു. അതിൽ 24-ാമത്തെ വാക്യം, അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. Praise the Lord. The Lord has spoken എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. The mouth of the Lord has spoken. Praise the Lord. അത് മാത്രം, Almighty God has spoken. ഈ ദർശനത്തിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ, ഒതന്റിസിറ്റി, അതിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ ഇത് ആരരുളി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. Praise the Lord. ഏത് വ്യക്തിയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്, ഇതിന്റെ സോഴ്സ് ആരാണ്, ഉത്ഭവം എവിടെ നിന്നാണ്? പല സോഴ്സസിൽ നിന്ന് പ്രവചനം വരാം. നമ്മൾ യെരമ്യാ പ്രവചനത്തിൽ വായിച്ചതുപോലെ സ്വപ്നം കണ്ട പ്രവാചകൻ തന്റെ സ്വപ്നം തന്റെ മനസ്സിൽ നിന്ന്, ഫ്രം ഹിസ് ഓൺ മൈൻഡ്, ഹിസ് ഓൺ സെൽഫ്, സ്വയത്തിൽ നിന്ന്, ഹിസ് ഓൺ ഒപ്പീനിയൻസ്, അഭിപ്രായത്തിൽ നിന്ന്, ഹിസ് ഓൺ ജഡ്ജ്മെന്റ്, അവന്റെ വിധിയിൽ നിന്ന് ഒക്കെ പ്രവചനം വരാം. അത് മാത്രമല്ല, ഡെവിളിൽ നിന്ന് വരാം. സൈറ്റന് സംസാരിക്കാൻ കഴിയും, സാധാരണ ദൈവമക്കളിൽ സംസാരിക്കാൻ കഴിയുമോ? നമ്മൾ വായിക്കുന്നു വചനത്തിൽ തന്നെ. നമ്മൾ ഇന്നലെ ചിന്തിച്ചു, കർത്താവ് സ്വന്തം ശിഷ്യനായിരുന്നായ പത്രോസിനോട് എന്ത് പറഞ്ഞു? സാത്താനെ. അപ്പോൾ പത്രോസിൽ കൂടെ സംസാരിച്ചത് ആരായിരുന്നു? നീ മനുഷ്യനുള്ളതാണ് അന്വേഷിക്കുന്നത്, നിനക്കിത് അരുത് കർത്താവേ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് സാത്താനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്, സോഴ്സ് എന്താണ്? ഇവിടെ യെശയ്യാവ് പറയുന്ന ദർശനത്തിന്റെ സോഴ്സ്, ഉത്ഭവം എവിടെ നിന്നാണ്, അതിന്റെ ആധികാരികത എവിടെ നിന്നാണ്? 3 വാക്യങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കുന്നതാണ്. ലോർഡ് ഹാസ് സ്പോക്കൺ, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമോസിന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർക്ക് തടുക്കുവാൻ കഴിയും? യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ആമോസിനോട് പറയാണ് രാജാവ് ആമോസിനോട് പറയുന്നത് എന്താ അറിയാമോ? നീ പോയി യഹൂദയിൽ പ്രസംഗിച്ചു, ഇവിടെ ശമരികളിൽ പ്രവചിപ്പാൻ നിന്നോട് ആര് കൽപ്പിച്ചു? അപ്പോൾ ആമോസ് പറയുന്ന വാക്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ആമോസ് പറയുന്നത് മറുപടി ഇപ്രകാരമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആമോസ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞാൻ ആരായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പ്രവാചകനുമല്ല, ഞാൻ പ്രവാചക ശിഷ്യനൊന്നുമല്ല, ഞാൻ വെറും ആരായിരുന്നു അറിയാമോ? ഞാൻ ആരാന്ന് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് വന്നേ, അതിന്റെ 13 വാക്യം. ബേതേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരം, രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ അമസ്യാവോട്, നിങ്ങൾ നോക്കണം, രാജാവിന് അന്നേരം നിമിഷം തന്നെ വേണമെങ്കിൽ അവന്റെ കഴുത്ത് വെട്ടാം, തല വെട്ടാം, അവനെ കൊല്ലാം, അത്ര അധികാരമുള്ളത്. ആ രാജാവിന് മുമ്പാകെ നിന്നിട്ട് പറയാണ്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പുറക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. ഇതാണ് ആധികാരികത. എനിക്ക് തോന്നിയിട്ടല്ല, എനിക്ക് വിചാരം ഉണ്ടായി, ഞാനൊരു സ്വപ്നം കണ്ടു, എല്ലാവരും ഉപദേശിമാരായി തീരുന്നു, എനിക്ക് ഉപദേശിയായി തീരണം എന്നുള്ളതല്ല. എല്ലാവർക്കും ഓർഡിനേഷൻ കിട്ടുന്നു, എനിക്കൊരു ഓർഡിനേഷൻ കിട്ടിയത് നല്ലതാണ്, അതുകൊണ്ട് എനിക്കൊരു ഓർഡിനേഷൻ കുറച്ച് പണമൊക്കെ സംഘടിപ്പിച്ച് വാങ്ങാം എന്ന് വിചാരിച്ചിട്ടല്ല. എല്ലാവരും ബൈബിൾ സ്കൂളിൽ പോകുന്നു, ഞാനും ബൈബിൾ സ്കൂളിൽ പോകുന്നു എന്നുള്ള വിചാരത്തിലല്ല. ഇതാണ് ദൈവദാസൻ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേൽ പ്രവചിക്കുക എന്ന് യഹോവയോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്കാം. ഇതാണ് പ്രവചനം. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞ ഇപ്രകാരമാണ്, എന്നെ എന്തിനു വേണ്ടി പിടിച്ചിരിക്കുന്നുവോ അത് പിടിക്കാമോ. സെയിം വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷൻ നമ്മളെ പിടിക്കുകയാണ്. നമുക്ക് കിട്ടിയ ദർശനം നമ്മൾ എന്ത് ചെയ്യാണ്? പിടിച്ച് കുലുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യെസ്. ബ്രിട്ടീഷ് രാജ്ഞി
ബ്ലഡി മെയിൻ എന്നാണ് അറിയപ്പെട്ടിരുന്ന കാലത്ത്. പ്രൈസ് ദി ലോർഡ്. ജോൺ നോക്സ് എന്നുള്ള ദൈവദാസൻ പ്രകാരമാണ് പറയുന്നത്. എന്താണ് അറിയാമോ? പ്രസംഗിക്കണ്ട എന്ന് പറയുമ്പോൾ ആ ദൈവദാസന്റെ ധൈര്യം, ആ ദൈവദാസന്റെ പ്രാർത്ഥന രാജ്ഞി വരെയും ഭയപ്പെട്ടിരുന്നു എന്നാണ് ആ ദൈവദാസൻ. കാരണം എന്താണ്? അത്രമാത്രം തനിക്ക് ലഭിച്ച ദർശനം, ദൈവത്തിന് വേണ്ടി ആ തലമുറയിൽ നിൽപ്പാൻ എഴുന്നേറ്റ ദൈവദാസൻ ആരെയും ഭയപ്പെടാത്തവനായിരുന്നു. തലവെട്ടുന്ന രാജ്ഞിയോ ആര് സിംഹാസിരിക്കും എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുമ്പാകെ, അദ്ദേഹത്തിന്റെ ലൈഫിന് മുമ്പാകെ നിൽപ്പാൻ ഒരു രാജാവിന് പോലും കഴിയത്തില്ലായിരുന്നു. അത്രമാത്രം അവർ ഭയപ്പെട്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണ്? ആ പ്രവചനത്തിന്റെ ആധികാരികത. ഇവിടെ നമ്മൾ എന്താണ് വായിക്കുന്നത്? യഹോവ ചെയ്തിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് മരുഭൂമിയിൽ യോഹന്നാന് എന്തുണ്ടായി? യഹോവയുടെ വചനം അരുളപ്പാടുണ്ടായി. യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, സകല യഹൂദരും ഇസ്രായേലരും അവന്റെ അടുക്കലേക്ക് യോർദാനിലേക്ക് പോകുന്നു. കാരണം എന്താണ്? യഹോവയുടെ അരുളപ്പാട് അവന് വന്നു. അവന് മനസ്സിലായി ഇതൊരു സാധാരണ വചനമല്ല, അതിന് ആധികാരികത. നമ്മുടെ മെസ്സേജിന്റെ പിന്നിലെ ശക്തി എന്താണ്? ആര് സംസാരിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം മോശയോട് പറഞ്ഞു, നീ പോകുമ്പോൾ എന്തും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു? ഈ വടിയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. എന്താണ്? അധികാരം ഉണ്ടാകേണ്ടതിന് അധികാരം കൊടുത്തയച്ചു. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ആധികാരികത എന്താണ്? കർത്താവ് ഇപ്രകാരം പറഞ്ഞു. എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുകയും. ഈ ദിവസങ്ങൾ ദൈവമക്കളെ, ദൈവത്തിന്റെ ശബ്ദം അധികാരത്തോടുകൂടെ സംസാരിപ്പാൻ, അതിൻ്റെതായ തന്മയത്വത്തിൽ അധികാരത്തിൽ സംസാരിപ്പാൻ നമുക്ക് ഈ ദിവസങ്ങൾ കർത്താവിന്റെ അരുളപ്പാടുകൾ പ്രാപിക്കുന്നതായിരിക്കണം. ഈ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ദർശനത്തിന്റെ ഉള്ളടക്കം എന്താണ്? ഈ മൂന്ന് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നതാണ്. ദർശനത്തിന്റെ ഉള്ളടക്കം എന്താണ്? അതിന്റെ 10ാമത്തെ വാക്യം, യെശയ്യാ 1:10. സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾക്കുകയും ഗോമേറ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുകയും. ഇതിന്റെ ഉള്ളടക്കം എന്താണ്? ദ വേർഡ് ഓഫ് ഗാഡ്, ദ ലോ ഓഫ് ഗാഡ്. ഇതിന്റെ ഉള്ളടക്കം എന്താണ്? സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പി. ഗോമേറ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കേൾപ്പീൻ. 2 പദങ്ങളാണ് ഉപയോഗിച്ചത്. ഒന്ന് യഹോവയുടെ വചനം, ദൈവത്തിന്റെ ന്യായപ്രമാണം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് അവസാനമായി പറയുന്നത് ഇപ്രകാരമാണ്. 2 തീമോഥെയോസ് 4 പറഞ്ഞിരിക്കുന്ന ഇപ്രകാരം 1 മുതൽ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചു നോക്കിക്കേ. വളരെ ശ്രദ്ധേയമായ വാക്കാണ്. യൗവനക്കാരനായ ദൈവ ശുശ്രൂഷകൻ അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്ന അഡ്വൈസസ്, എക്സോർട്ടേഷൻ. 1 മുതൽ വാക്യം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷ്യം വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കാം. കാരണം എന്താണ്? അതിന്റെ 3ാം വാക്യം, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഉപദേഷ്ടന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. മനസ്സിലാക്കണം. 1-ാം അധ്യായം 1-ാം പുസ്തകം തീമോഥെയോസിന്റെ അതിന്റെ 20-ാമത്തെ വാക്യം. അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട്
ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃതാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാം. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. നോക്കണം, ഇന്ന് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം? നമുക്ക് ചോദിക്കാം, ദൈവത്തിന്റെ വചനമാണോ, മാറ്റമില്ലാത്തതായ മായമില്ലാത്തതായ വചനമാണോ ആവശ്യം? അതോ രസിപ്പിക്കുന്നതായ, മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതായ, മനുഷ്യനെ ചിരിപ്പിക്കുന്നതായ, കർണരസമാകുവാനുള്ളതായ ജ്ഞാനമാണോ ആവശ്യം? ആവറേജ് ക്രിസ്ത്യൻസിന് ആവശ്യം എന്താണ്? ഒടുവിൽ പറഞ്ഞത് ജ്ഞാനം. ലോകത്തിന്റെ തത്വജ്ഞാനങ്ങൾ. ഏത് ഉപദേശി കൂടുതൽ ചിരിപ്പിക്കാൻ കഴിയും, തമാശ പറയാൻ കഴിയും, ആൾക്കാരെ ഒന്ന് ഇളക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ആൾക്കാരെ ആനന്ദിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയുള്ളതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. യഥാർത്ഥമായ പ്യൂർ വേർഡ് ഓഫ് ഗോഡ്, നിർമ്മലമായ മാറ്റമില്ലാത്തതായ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ വചനങ്ങളെ ഇന്ന് കേൾപ്പാൻ ആൾക്കാർക്ക് എന്തില്ല? താല്പര്യമില്ലാത്ത കാലം. യഥാർത്ഥ വചനം പറഞ്ഞാൽ ആൾക്കാർക്ക് അവിടെ പോവാൻ ഇഷ്ടമില്ലാത്ത. എന്നാൽ എന്താണ് യെശയ്യാവ് പറയുന്നത്? ജനത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇതെന്താണ്? യഹോവയുടെ വചനമാണിത്, ഇത് ദൈവത്തിന്റെ ന്യായപ്രമാണമാണ് എന്ന് പറഞ്ഞാൽ ഈ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അപ്പോസ്തലന്മാരിൽ കൂടെ നൽകിയിരിക്കുന്നതായ ഈ ഉപദേശങ്ങൾ ഇന്ന് മാറ്റിയിട്ട് നമുക്ക് ബോധിച്ചതുപോലെ ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതിനെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? ദൈവജനത്തിന് എന്താണ് ആവശ്യമായിരിക്കുന്നത്? യഹോവയുടെ അരുളപ്പാട്, വചനമാണ്, കർത്താവിന്റെ കൽപ്പനകളാണ്. Praise the Lord. Praise the Lord. Praise the Lord. അതുകൊണ്ട് ഈ ദിവസങ്ങൾ എന്തുണ്ടാകണം? ദൈവജനത്തിൽ, ദൈവസഭയ്ക്ക് നമ്മുടെ ഇടയിൽ എന്തുണ്ടാകണം? കർത്താവിന്റെ വചനം. Praise the Lord. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. Praise the Lord. Hallelujah. 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 യെശയ്യാവ് വെറുതെ പറഞ്ഞതല്ല. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ദൈവം തന്നെ പറയണേ, എന്റെ ആലോചന സഭയിൽ നിന്ന് എന്റെ വചനങ്ങളെ ദർശിച്ച് കേട്ടതാണ്, കണ്ടത്. Praise the Lord. ദൈവം ഇപ്രകാരം നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒരു ഉദാഹരണം നോക്കിയാൽ, സംഖ്യാപുസ്തകം അതിന്റെ 12-ാം അധ്യായം 6 മുതൽ വാക്യങ്ങൾ. എന്റെ വചനങ്ങളെ കേൾപ്പീൻ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന്റെ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എന്റെ ദാസനായ മോശയും അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ദൈവഗ്രഹത്തിൽ നമുക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിയുമോ? മോസസ് ദൈവഗ്രഹത്തിൽ ഒരു ഭൃത്യനായി, ഒരു ദാസനായി വിശ്വസ്തനായിരുന്നുവെന്ന് എബ്രായർ 3 നമ്മൾ വായിക്കുന്നു. എന്റെ ദാസനെ മോശയും അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. ആവർത്തന പുസ്തകം 34-ാം അധ്യായം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. Praise the Lord. അതിന് 34-ാം അധ്യായം 10, 11, 12. എന്നാൽ മിസ്രയീം ദേശത്തെ ഫറവോനോടും അവന്റെ സകല വൃദ്ധന്മാരോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ചായ സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണുക മോശ പ്രവർത്തിച്ചായ ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലും ദൈവത്തിന്
പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരമുള്ള പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് സഭയെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുവന്നൊക്കെ ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിപ്പാന്നൊക്കെ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം, ദൈവത്തിന് കഴിയും, എന്നാൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെവിടെയാണ്? മോശയെ പോലെ, അല്ല ഏലിയാവിനെ പോലെ, അല്ല യെരമ്യാവിനെ പോലെ, അല്ലെ പ്രവാചകനെ പോലെ, പൗലോസ് അപ്പോസ്തലനെ പോലെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ വില്ലിംഗ് ആയ, വില കൊടുക്കാൻ തയ്യാറായ പ്രവാചകന്മാരാണ് ഇന്നില്ലാതെ പോകുന്നത്. കാരണം പ്രവാചകന്മാരായ നമുക്ക് ഇതൊരു പ്രൊഫഷനായി മാറിയിരിക്കുന്ന കാലം. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ ഇതുകൊണ്ട് ഗെയിൻസ് ഉണ്ടാക്കാമെന്ന്, ആദായം ഉണ്ടാക്കാം. ഞാൻ പ്രവചിച്ചതുകൊണ്ട്, ശുശ്രൂഷിക്കുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ പേര് ലഭിക്കുമെന്നാണ്, എന്നെ ആൾക്കാർ എങ്ങനെ അറിയപ്പെടുമെന്ന്, എനിക്കിതിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രവാചകന്മാരായിരുന്നില്ല മോസസ്, അങ്ങനെയൊരു പ്രവാചകനായിരുന്നില്ല ഏലിയാവ്, അങ്ങനെയുള്ള പ്രവാചകനായിരുന്നില്ല ശമൂവേൽ, അങ്ങനെയുള്ള പ്രവാചകനായിരുന്നില്ല യെരമ്യാവ്, അങ്ങനെയുള്ള പ്രവാചകനായിരുന്നില്ല ആമോസ്, അങ്ങനെയുള്ള പ്രവാചകനായിരുന്നില്ല അപ്പോസ്തലൻ പൗലോസ്. ഇന്ന് പ്രവാചകന്മാരെയാണ് നമുക്ക് ലഭിക്കാതിരിക്കും. നമുക്ക് വില കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, അർദ്ധരാത്രി എഴുന്നേൽക്കാൻ പറഞ്ഞാൽ ദൈവത്തിന് ആത്മാവ് ഉണർത്തിയാൽ നമുക്ക് ഉണരാൻ കഴിയുമോ? രാവിലെ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ? ഇന്നടുത്ത് പോയി ആലോചന പറയാൻ പറഞ്ഞാൽ നമുക്ക് മടികൂടാതെ പോവാൻ കഴിയുമോ? നമ്മളെ പുറമോട്ട് വലിക്കുന്നതായ അനേക ശക്തികൾ, അനേക സംഗതികൾ, പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി പടയാളി ഉപജീവന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് തീമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ പ്രവാചകന്മാരിലും ഇന്നത്തെ ഉപദേശന്മാരിലും ശുശ്രൂഷകന്മാരിലും ഉള്ള കുറവെന്താണ്? നമ്മൾ അനേക കാര്യങ്ങൾ എൻറ്റാങ്കിൾഡ്, ഇൻവോൾവ്, നമ്മൾ അതിനകത്ത് എന്താണ് കുടുങ്ങി കലങ്ങി കിടക്കുന്നത്. നല്ല പങ്ക് ദൈവദാസന്മാരും പ്രവചന ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞിട്ടും സഭാ ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ജോലി ചെയ്യുന്നവരാണ്. ജോലിയിൽ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ യഥാർത്ഥമായ ദൈവ ശുശ്രൂഷ, പ്രവാചക ശുശ്രൂഷ ചെയ്താൽ ജോലി ചെയ്യാൻ എങ്ങനെ സാധിക്കും? എന്നാൽ അത് വിട്ട് എനിക്കതും വേണ്ട, ആ സമയത്തും ഞാൻ ദൈവത്തിന് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ, എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുവാൻ തയ്യാറാണെന്ന് പറയുവാൻ, ദൈവത്തിന് എന്നെ ഈ തലമുറയിൽ ആവശ്യമുണ്ട് എങ്കിൽ 24 hours ഞാൻ അവൈലബിൾ എന്ന് പറയുവാൻ തക്കണം. ദൈവം തരുന്നത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടും, അത് മതിയെന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായ ഭാര്യമാരുള്ള ദൈവദാസന്മാർ. അച്ചായം പ്രസംഗിക്ക്, അച്ചായം പ്രാർത്ഥിക്ക്, അച്ചായം ദൈവ ശുശ്രൂഷ ചെയ്യ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കാം, ദൈവം എനിക്ക് തരുന്നത് കൊണ്ട്, ജോലി കൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് മതി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ദൈവദാസിമാർ. അച്ചാന് ജോലി ഇല്ലാത്തതുകൊണ്ട് പ്രസ്റ്റീജ് കുറവാണ്, മറ്റുള്ള ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് എന്താണ് ശുശ്രൂഷയാ, പക്ഷെങ്കിൽ ജോലിയും ചെയ്തു എന്ന് പറഞ്ഞ് ഹൃദയത്തെ തണുപ്പിക്കുന്നതിന് പകരം വേദനിപ്പിക്കുന്ന ദൈവദാസിമാരുണ്ട്. എന്തുകൊണ്ടാ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത? മോശയെ പോലെ ദൈവത്തിന് നേരിട്ട് സംസാരിപ്പാൻ കഴിയാത്ത എന്താണ്? നമുക്ക് ദൈവത്തിന് സമയം കൊടുക്കുവാൻ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ ഇൻവോൾവ് ആണ്, നമ്മൾ എൻറ്റാങ്കിൾഡ് ആണ്, നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്, നമ്മൾ അതിനകത്ത് കലങ്ങിയിരിക്കുകയാണ്, നമ്മൾ ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് ഇങ്ങനെ കൂട്ടിക്കലർന്ന് കിടക്കുകയാണ്. ഇവിടെ വായിക്കുന്നത് ഇതുപോലൊരു പ്രവാചനെ കണ്ടിട്ടില്ലെന്ന്. ഈ ദിവസങ്ങളിൽ ദൈവനമേ, ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സഭയ്ക്ക് എക്കാലത്തും ആവശ്യമായിരിക്കുന്ന ഇങ്ങനെയുള്ള പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ
അവരെ തന്നെ കർത്താവിന് വേണ്ടി വിറ്റവർ, അവരെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. വേറെ ഒന്നും അവരെ പുറമോട്ട് വലിക്കാതെ എന്താണ് അവരെന്താണ്? പ്രൈസ് ദി ലോർഡ്, കംപ്ലീറ്റ് ആയിട്ട്, ഇംഗ്ലീഷ് പറഞ്ഞ അബ്സല്യൂട്ട് സറണ്ടർ, സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ളവരായിരുന്നു ദൈവദാസൻ. ഉദാഹരണം എത്ര പേരും സാധു സുന്ദർ സിംഗ് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ലോകത്തുള്ളതെല്ലാം പിതാവിന്റെ സ്വത്തുക്കളൊക്കെയും ചപ്പൊന്നും ചോർന്ന് എണ്ണിയ വ്യക്തിയായി. അനേക ദൈവദാസന്മാർ അമേരിക്ക വിട്ട് ഇന്ത്യയിലേക്ക് വന്നു കർത്താവിന് വേല ചെയ്തവർ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു. ഉന്നതമായ വിദ്യാഭ്യാസം, മെഡിക്കൽ ലൈനിലൊക്കെയും ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ആഫ്രിക്കയിലും അമേരിക്കയിലും പോയി, ആഫ്രിക്കയിൽ ഇന്ത്യയിലും കടന്നുപോയി ദൈവവേല ചെയ്തവർ അബ്സല്യൂട്ട് സറണ്ടർഡ് ആയിരുന്നു, സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവം അവരെ ഉപയോഗിച്ചു. ബൈബിളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ, സഭകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, ആത്മാക്കളെ നൂറുകണക്കിന് നേടുവാൻ ദൈവം ഉപയോഗിച്ചിരുന്ന വ്യക്തികളെല്ലാം അബ്സല്യൂട്ട് സറണ്ടർഡ് ആയിരുന്നു, സമ്പൂർണമായ സമർപ്പണമുള്ളവരായിരുന്നു. യെശയ്യാവ് അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. മോസസ് അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന നിമിത്തം അബ്സല്യൂട്ട് സറണ്ടർ ആയിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഉടമകളാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ദർശനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ലൈഫിനെ ഇത് ഷേപ്പ് ചെയ്ത് പണിയുവാൻ തീരട്ടെ. എന്റെ ജീവിതത്തിലെ ആഗ്രഹം അതാണ്. എന്റെ ജീവിതത്തിന്റെ ആ ദർശനം രൂപാന്തരപ്പെടുത്താൻ നോക്കണം, എന്നെ രൂപാന്തരപ്പെടുത്താൻ നോക്കണം. ഈ പുതിയ വർഷക്കാലം ഒരിക്കൽ കൂടെ സമർപ്പിക്കാൻ നോക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഈ യെശയ്യാ പ്രവചനം നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വിഷയത്തിൽ അതിപ്രധാനമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ the future of the nation of Israel and our hope. ഇസ്രായേൽ ജനത്തിന്റെ ഭാവിയും നമ്മുടെ പ്രത്യാശയും എന്നുള്ളതാണ്. Praise the Lord. Future of the nation of Israel. ഇസ്രായേലിന്റെ ഭാവി എന്താണ്? ഈ ദർശനത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ എന്താണ്? നമ്മുടെ പ്രത്യാശ. Praise the Lord. ഈ വിഷയത്തെ ആധാരമാക്കി നമുക്ക് പഠിപ്പാൻ നോക്കണം. ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഓർമ്മിപ്പിച്ചിട്ട് ഇന്ന് രാവിലെയുള്ള സെക്ഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായ എന്റെ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. 1-ാം വാക്യവും 2:1 വായിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന യെഹിസ്കീയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. 2-ാം അധ്യായം 1-ാം വാക്യവും ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം. അപ്പോൾ ഒരു പർട്ടിക്കുലർ നേഷൻ, പ്രത്യേകമായ ഒരു രാജ്യത്തെയും ഒരു ജാതിയെയും അല്ലെ 2 പട്ടണങ്ങളെയും അടിസ്ഥാനമാക്കി ദൈവം സംസാരിച്ചിരിക്കുന്ന വചനങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. യഹൂദയെയും ജൂഡിയ ആൻഡ് ജെറുസലേം എന്ന പട്ടണത്തെ കുറിച്ച് ദർശിച്ച ദർശനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് നമ്മൾ കാണുന്നതാണ് യെരുശലേമിനെ കുറിച്ചുള്ള അതിന്റെ ഭാവി ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. എന്തായി തീരും, നമ്മുടെ ഭാവി എന്തായി തീരുമെന്ന് അറിയുവാൻ നമുക്ക് വളരെ താല്പര്യമുള്ളവരാണ്. സംഭവിപ്പാനുള്ളത് എന്താണെന്ന് ദൈവം തന്റെ ജനത്തെ എപ്പോഴും കാണിപ്പാൻ ആഗ്രഹിക്കും. പത്മോസ് ദ്വീപിൽ നിന്ന് യോഹന്നാൻ അപ്പോസ്തലനെ ദൈവം സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇവിടെ കടന്നു വരിക, ഭാവിയിൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
ഞാൻ ഇന്ന് വെളിപ്പാട് പുസ്തകം 15-16 അധ്യായം വായിച്ചു. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ കണ്ട കാര്യം, യോഹന്നാൻ കേട്ട കാര്യം. 2 പദം ഞാൻ അവിടെ ശ്രദ്ധിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടിരിക്കുന്നതെല്ലാം യോഹന്നാൻ കണ്ടതാണ്, ദർശിച്ചതാണ്, യോഹന്നാൻ കേട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം അരുളി ചെയ്യാണ്, വേഗത്തിൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇതാണ് വെളിപ്പാട്, ദർശനം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷകളിലും നമുക്കിതാണ് ആവശ്യം. എന്താണ്? ദൈവം നമുക്ക് കാണിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അത് കാണിച്ച്, ഈ തലമുറ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. യൂറോപ്പിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് എന്താണ് സംഭവിക്കുന്നത് അത് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതാണ് ദർശനം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തോട് വായിക്കുന്നത് അതിന്റെ 1-ാം അധ്യായം നമ്മൾ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം നോക്കിക്കേ. ഞാൻ എന്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കിക്കളയുകയും നിന്റെ വെള്ളിയൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദിയിൽ എന്ന പോലെ നിന്റെ ആലോചനക്കാരെ ആരംഭത്തിൽ എന്ന പോലെയും ആക്കും. അതിന്റെ ശേഷം നീ നീതിപൂരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കും. അപ്പോൾ അതിന്റെ ശേഷം നീ നീതിപൂരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. അപ്പോൾ യെരുശലേം will have a new name. എന്താണ്? The city of righteousness, the city, faithful city. Praise the Lord. Praise the Lord. ദൈവം പറയാണ്, നിനക്കൊരു രൂപാന്തരം ഉണ്ടാകാൻ പോവുകയാണ്, നിന്റെ പേര് ഞാൻ മാറ്റിയിടാൻ പോവുകയാണ്, നിന്നെ ഇനി എങ്ങനെ അറിയപ്പെടാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിലുള്ള രൂപാന്തരം നമുക്ക് പ്രാപിപ്പാൻ ആഗ്രഹമാണ്. എന്നാൽ രൂപാന്തരപ്പെട്ട് നമ്മുടെ പേര് ദൈവം മാറ്റി വിളിക്കുന്നതിന് മുമ്പേ നമുക്ക് നമ്മളിൽ നിന്ന് ചില അഴുക്കുകളും നമ്മളിലുള്ളതൊക്കെയും കർത്താവിന് എന്ത് ചെയ്യണം? ഒന്ന് ശുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പ്രാർത്ഥനയായി എന്ത് നടക്കണം? പ്യൂരിഫിക്കേഷൻ, ഒരു ശുദ്ധീകരണം നടക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദർശനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം നമ്മളിൽ ഉള്ളതായ പലതും നമ്മൾ വിട്ടുകളയാത്ത. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന് 24 വാക്യം വായിക്കുക. ഇസ്രായേലിന്റെ വല്ലഭനായ സൈന്യങ്ങൾ യഹോവ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എന്റെ വൈരികളോട് പകവീട്ടി എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. ഞാൻ എന്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കിക്കളയും, നിന്റെ വെള്ളിയും ഒക്കെയും നീക്കിക്കളയും ചെയ്യും. ദൈവം നമ്മുടെ ലൈഫിനെ പ്യൂരിഫൈ ചെയ്യാൻ ദൈവത്തിന് പൂർണ്ണമായി നമ്മളിൽ കൂടെ ഒഴുകുവാൻ കഴിയത്തില്ല, വെളിപ്പെടാൻ കഴിയത്തില്ല. തീമോഥെയോസിന്റെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്യം ശ്രദ്ധിച്ചു നോക്കി. നിന്റെ ആലോചനക്കാരെ ആരംഭത്തിൽ എന്നപോലെ ആക്കും. അങ്ങനെ ആക്കണമെങ്കിൽ ദൈവം പറയാണ്, ഞാൻ എന്ത് ചെയ്യണം? എന്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കി കളയും, നിന്റെ വെള്ളിയും ഒക്കെയും നീക്കി കളയും. ഇസ്രായേൽ മക്കളുടെ അവസ്ഥ, ആത്മീയമായ അധപ്പതിച്ച അവസ്ഥയെ കുറിച്ച് യെരമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കോട് ഉദ്ധരിച്ചിട്ട് ഞാൻ വാക്കുകളോട് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ എന്താ ആവശ്യമാണ്? പ്രൈസ് ദി ലോർഡ്. ഒരു പണി നമ്മൾ ചെയ്യേണ്ട ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പണി നമ്മൾ ദൈവത്തിന് ചെയ്യുവാൻ ആവശ്യമാണ്. ഇസ്രായേൽ മക്കൾക്ക് പറഞ്ഞിരിക്കുന്നത് എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരെന്താണ്, എങ്ങനെയാ തീർന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 6-ാം അധ്യായം അതിന് 27 വാക്യം. നീ എന്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റി നോക്കുന്നതിനുമാക്കി വെച്ചിരിക്കുന്നു. അവരെല്ലാവരും മഹാ മത്സരികൾ, നുണ പറഞ്ഞ് നടക്കുന്നവർ, ചെമ്പും ഇരുമ്പും അത്രേ. അവരെല്ലാവരും വഷളത്വം പ്രവർത്തിക്കുന്നു, തുരുത്തി ഊതുന്നു, തീയിൽ നിന്ന് വരുന്നത് ഈയമത്രേ. ഊതിക്കഴിക്കുന്ന പണി വെറുതെ, ദുഷ്ടന്മാർ നീങ്ങി പോകുന്നില്ലല്ലോ. യഹോവ അവരെ തേച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന് പേരാണ്. നോക്കണം, ഈ അവസ്ഥയിൽ അധപ്പതിച്ചിരിക്കുന്നതായ, ജീവിതത്തിന്റെ ഉടമകളായിരിക്കുന്നതായ ഇസ്രായേൽ മക്കളോട്
ദൈവം പറയുകയാണ് എന്താണ് ചെയ്യുന്നത്? ഞാൻ നിന്റെ നേരെ കൈതിരിച്ചിട്ട് കീട ഉരുക്കി വെള്ളിയുമൊക്കെ നീക്കിക്കളയും. ദൈവം നമ്മളിൽ ആദ്യമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യാതെ, ആഴമേറിയ ഒരു പ്രവർത്തനം നമ്മളിൽ നടക്കാതെ ദൈവത്തിന് നമ്മൾ ഊഹിക്കാൻ കഴിയത്തില്ല. ഇസ്രായേൽ മക്കളുടെ പേര് മാറ്റി നീതിപുരമെന്നും വിശ്വസ്ത പട്ടണമെന്നും പേരിട്ടിട്ട് അവരുടെ പ്രവാചകന്മാരെ ആലോചനക്കാരെ ആദ്യകാലത്തെന്ന പോലെ അവരായി തീരണമെങ്കിൽ ദൈവത്തിന് അവരിൽ ഒരു പ്രവൃത്തി ചെയ്യണമായിരുന്നു. എങ്കിൽ ഈ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരെ പോലെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എന്ന പോലെ ദൈവത്തിന്റെ പ്രവൃത്തിയും വീരപ്രവൃത്തികളും അത്ഭുതങ്ങളും നമ്മുടെ ഇടയിൽ വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന് ആദ്യമായി ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാം. നമ്മളത് ഊതിക്കഴിയും. നമ്മളിലുള്ളതായ കീടങ്ങളെ ദൈവം എന്ത് ചെയ്യണം? ഒന്ന് മാറ്റണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ അടിസ്ഥാനം എന്തിരിക്കുന്നു? നിലനിൽക്കുന്നു. എന്താണ് ദൈവത്തിന്റെ അടിസ്ഥാനം? യഹോവയുടെ നാമം ഉച്ചരിക്കുന്നവൻ അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നാണ് അതിന്റെ മുദ്ര. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉപയോഗിക്കാൻ നമുക്ക് ആഗ്രഹം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ദൈവം നമ്മളെ മോശയെ പോലും ഏലിയാവിനെ പോലും ഉപയോഗിക്കണം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആ പ്രവൃത്തി നടക്കുവാൻ നിൽക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഒന്ന് തൊടുവാൻ, ശുദ്ധീകരിപ്പാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവസ്ഥലിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയത്തെ ദൈവത്തെ വിട്ടുകൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മൾ ചെയ്താൽ ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്നതാണ് നോക്കുന്നത്. നമുക്ക് ആ ദൈവത്തിന്റെ വചനപ്രകാരം പ്രൈസ് ദി ലോർഡ് ഈ ദർശനത്താൽ നമ്മൾ രൂപാന്തരപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ നോക്കണം. പൂർണ്ണമായ ദിവസത്തിന് സമർപ്പിക്കാം. അതിനുവേണ്ടി ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ വാക്കുകളെ കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കർത്താവിന്റെ ദാസൻ ഇവിടെ കേട്ട 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദർശകന്റെ വിവരം നമ്മൾ അറിയണം. ആരാണ് എന്നോട് സംസാരിക്കുന്നത്? രണ്ടാമത് പറയാണ് അതിന്റെ ആധികാരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്? അതോ എങ്ങനെയെങ്കിലും പ്രസംഗിക്കാൻ വേണ്ടി വന്ന് പ്രസംഗിക്കാണോ? ആരിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് ഈ മനുഷ്യൻ എന്നോട് സംസാരിക്കുന്നത്? എന്താണ് രാജാക്കന്മാർ വിറച്ചു പോയത്? ഹിസ്കിയാവിന്റെ അടുക്കൽ ആഹാബിന്റെ അടുക്കൽ ഏലിയാവ് എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാട്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് തലവെട്ടാൻ അധികാരമുള്ളവരൊക്കെ ചെന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? കിടുകിട വിറച്ചു പോയി. കാരണം എന്താണ്? ആധികാരികത അവൻ അറിയാമായിരുന്നു. അപ്പൊ ആധികാരികതയോടെ ദൈവവചനം സംസാരിക്കുന്നവർ ഈ നാളുകൾ എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് കർത്താവിന്റെ ദാസന്റെ ആ പ്രസംഗത്തിന്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെടാൻ ഇടയായി. ഒന്ന്, അതിന്റെ ഉള്ളടക്കം എന്താണ്? അതിന്റെ പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണ്? ഇതെല്ലാമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കേൾക്കുന്നതിന് മുമ്പ് വിധിക്കുന്ന ഒരു മനോഭാവം നമ്മൾ മാറണം. നമ്മൾ അളന്നു കൂട്ടുന്ന ഒരു മനോഭാവമുണ്ട്. അതിനകത്ത് അമൂല്യമായ കണ്ടന്റ് ഉണ്ടോ, ഉള്ളടക്കമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. വചനം പറയുന്ന ബെരോവയിലുള്ളവർ എന്ത് ചെയ്തു? വചനം എന്ത് ചെയ്തു? പരിശോധിച്ചു കൊണ്ടിരുന്നു. വി ഹാവ് ടു ആ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന്റെ ദാസനെ കൂടി കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്നും ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും നടക്കുന്ന മീറ്റിങ്ങുകളിൽ നമ്മൾ കർത്താവിന്റെ ദാസനിൽ നമുക്ക് കേൾക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.